ട്രാവൽസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ വീട്ടമ്മ അതേ ഓഫീസിലെ മേൽ ഉദ്യോഗസ്ഥൻ, ഓണർ എന്നൊക്കെ നമുക്ക് പറയാം, ആരും ഇല്ലാത്ത സമയത്ത്, കസ്റ്റമർ ആരും തന്നെ ഓഫീസിലില്ലാത്ത സമയത്ത് കുറച്ചധികം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണർ ആ ഒരു വീട്ടമ്മക്ക് അല്ലെങ്കിൽ സ്റ്റാഫിന് ഓഫർ ചെയ്തു, അങ്ങനെ വഴങ്ങി കൊടുക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കിട്ടുന്ന സാലറിക്ക് പുറമെ കുറച്ചധികം പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകൾ, ചില പെൺകുട്ടികൾ, വീട്ടമ്മമാർ ജോലിക്ക് പോകുന്ന സ്ഥലത്ത്, അത് ഓഫീസായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, മേലുദ്യോഗസ്ഥന്മാർക്ക് വഴങ്ങിക്കൊടുക്കുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട് ഗൈസ്. ഈ CCTV ശരിക്കും ഞെട്ടിപ്പിച്ചു. ഒരു വീട്ടമ്മ കല്യാണം കഴിഞ്ഞിട്ട് അധികം പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ ജോലി ചെയ്യുന്നത് ഒരു ട്രാവൽസ് ഓഫീസിലാണ്. ഈ ട്രാവൽസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ വീട്ടമ്മ അതേ ഓഫീസിലെ മേൽ ഉദ്യോഗസ്ഥൻ, ഓണർ എന്നൊക്കെ നമുക്ക് പറയാം, ആരും ഇല്ലാത്ത സമയത്ത്, കസ്റ്റമർ ആരും തന്നെ ഓഫീസിലില്ലാത്ത സമയത്ത് കുറച്ചധികം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണർ ആ ഒരു വീട്ടമ്മക്ക് അല്ലെങ്കിൽ സ്റ്റാഫിന് ഓഫർ ചെയ്തു, അങ്ങനെ വഴങ്ങി കൊടുക്കുകയാണ്. ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോ കാണാം. കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം പറയാനുണ്ട്, സോ നമുക്ക് കാണാം. നോക്കുക, അതായത് ഓഫീസിൻ്റെ അകത്തൊക്കെ CCTV ഉണ്ടാകും ഗൈസ്. ആ CCTV ഫൂട്ടേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഓഫീസിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, ഒരു വ്യക്തി അത്യാവശ്യം മധ്യവയസ്സുള്ള ഒരാളാണ്, ഒരു 45-50 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അയാളാണ് ഈ ഓഫീസിൻ്റെ ഓണർ. വേറെ ഒരു സ്റ്റാഫും കൂടി ഉണ്ട്. ടോട്ടൽ 2 സ്റ്റാഫാണ് ഈ ഓഫീസിലുള്ളത്. ഒരു സ്റ്റാഫ് ഇന്ന് ലീവാണ്. ഒരു സ്റ്റാഫ്, ഈ ഒരു ഓണറും മാത്രമേ ആ ഓഫീസിലുള്ളൂ. എനിവേ, നിങ്ങൾ നോക്കുക, അയാൾ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോയി ഗൈസ്. അവിടെ ഇല്ല, പുറത്തേക്കാണോ ഇനി അപ്പുറത്തുള്ള റൂമിലേക്കാണോ എന്നറിയില്ല. കാരണം 2 സ്റ്റാഫാണുള്ളത്. ഈ സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നത് തൊട്ടപ്പുറത്തുള്ള റൂമിലാണ്. വലിയ ട്രാവൽസ് ഓഫീസാണ്. അയാൾ ടയേർഡാട്ടോ, എനിക്ക് തോന്നുന്നു ടയേർഡാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക ഗൈസ്, നിങ്ങൾ നോക്കുക. ഈ കാണുന്ന വീട്ടമ്മയാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാണ്. എനിവേ, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽസ് കമ്പനിയെ സമീപിച്ചു. അവിടെ ജോലി ശരിയാക്കി കൊടുത്തു ഈ ഓണർ. പക്ഷേ ഈ നാറിയനറി ചെറ്റകളുടെ ഉദ്ദേശം മറ്റൊന്നാണ്. ആ ഒരു വീട്ടമ്മയില്ലേ, അല്ലെങ്കിൽ വീട്ടമ്മ എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ആ ഒരു സ്ത്രീയോട് പറഞ്ഞു, സാലറി തരാം, പക്ഷേ അഡീഷണൽ ക്യാഷ് വേണമെങ്കിൽ വഴങ്ങണം. ഓക്കെ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ പറയുന്ന സ്ത്രീകളുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേത് മാർഗത്തിലൂടെയാണെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ കണ്ടെത്തുന്ന മാർഗമാണ് ഗൈസ്. നോക്കുക, വീണ്ടും അയാൾ പുറത്തേക്ക് പോകും. അതായത് എനിക്ക് തോന്നുന്നു ലഞ്ച് ടൈമാണെന്ന് തോന്നുന്നു. കാരണം ഓഫീസിൽ ആരും ഇല്ല. ഓക്കെ, അത് മാത്രമല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ചെയ്തെന്നറിയോ, ആ ഓഫീസ് അകത്ത് നിന്ന് ലോക്ക് ചെയ്തു. പിന്നെ ആരാണ് അകത്തേക്ക് കയറുക? ആർക്കും കയറാൻ സാധിക്കില്ല. എന്നിട്ട് അകത്ത് നിന്നുള്ള കലാപരിപാടികളാണ് ഗൈസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവളെയൊക്കെ മുക്കാലിൽ കെട്ടിയടിക്കണം അല്ലേ? 2 മക്കളുടെ തള്ളയാണ്, സ്വന്തം അമ്മ. ഈ രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന് മക്കളോ ഭർത്താവോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ നല്ലോണം
യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ട്. അയാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് ആവശ്യത്തിലധികം പൈസ ഉണ്ട്. അയാളും കല്യാണം കഴിച്ച ഒരു നാറിയാണ്. മധ്യവയസ്സായിട്ടുള്ള ഒരു 50 വയസ്സിൻ്റെ അടുത്തോളം പ്രായമുള്ള ഒരു കിളവനാണ്. അയാൾക്കും അയാളുടെ ഭാര്യയിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു സുഖവും സന്തോഷവും ഒക്കെ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. ആ ആഗ്രഹത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീയോട് പറഞ്ഞത്. അത് അംഗീകരിച്ച വീട്ടമ്മയെ പറഞ്ഞാൽ മതി. കാരണം എന്താ അറിയോ, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: പേടിച്ചോ, ഓഫീസിലേക്കൊന്നും ആരും വരാൻ പോകുന്നില്ല, ലഞ്ച് ടൈമാണല്ലോ. ഓക്കെ, ഞാൻ ഈ മാസം സാലറി കുറച്ച് കൂട്ടി തരാം. കാരണം റിലേറ്റീവ്സിൻ്റെ കല്യാണം ഉണ്ട് എന്ന് ആ ഒരു സ്റ്റാഫ് പറഞ്ഞിരുന്നു, ആ ഒരു സ്ത്രീ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ അഡീഷണൽ എക്സ്പെൻസ് ഉള്ളത് കൊണ്ട് സാലറിയും കൂട്ടിത്തരാം, അതേപോലെ തന്നെ ഈ രീതിയിലുള്ള മണിയും ഞാൻ തരാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പൊക്കെ ആ ഒരു സ്ത്രീയുടെ മുഖത്തുള്ള സന്തോഷവും ആ ഒരു ആഹ്ലാദവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ്റ് അടിപൊളി എന്നൊക്കെ ആ ഒരു തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ അവസ്ഥ? എന്നിട്ട് പറയുകയാണേ, മറ്റേ സ്റ്റാഫ് ഉണ്ടല്ലോ, 2 ആളുകളാണുള്ളത്. 2 ആളുകളും ഇതുപോലെയാണോ എന്ന് അറിയില്ല. മറ്റേ സ്റ്റാഫ് ലീവാണ്. ഈ ഒരു CCTV ആണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ മറ്റേ ആൾ ഇന്ന് ലീവായത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അയാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ, അതും ഫീമെയിൽ സ്റ്റാഫാട്ടോ, മെയിൽ സ്റ്റാഫല്ല, അതും ഫീമെയിൽ സ്റ്റാഫാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നടക്കില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അയാൾ ഇതിൽ നിന്നും നിർത്തൂല കേട്ടോ. അയാൾ ആദ്യം ഇടയ്ക്ക് പോവും, ഒന്ന് ഹഗ് ചെയ്യും, തിരിച്ച് വന്ന് സീറ്റ് ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും പോവും, വീണ്ടും ഹഗ് ചെയ്യും. ഭയങ്കര ഒരു ഫ്ലേട്ടിംഗ് ആയിട്ടുള്ളൊരു സംസാരം കേട്ടോ. അയാളുടെ സംസാരം വളരെ ഫ്ലേട്ടിംഗ് ആയിട്ടുള്ള സംസാരമാണ്. അതായത് നമ്മൾ ജോലിക്ക് പോകുന്ന ആ സ്ഥലം, അത് ഓഫീസായിക്കോട്ടെ, ഇനി ഒരു സ്ഥാപനമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ആ ഒരു നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓഫീസുമായിട്ടോ സ്ഥാപനവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളോട് അവർ ഷെയർ ചെയ്യും. അപ്പോൾ ഇത് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ സ്വയം ചിന്തിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ സ്വയം ചിന്തിക്കുക, ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് ഈ ജോലി കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഓഫീസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചിന്തിക്കണം നിങ്ങൾ. എന്നിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ വളരെ ജെന്യൂനായിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു ഓഫീസാണെങ്കിൽ, എല്ലാവരുടെയും ക്യാരക്ടറൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് പോകാം. ഇനി ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇതിലൊക്കെ നമ്മളെന്ത് പറയാനാണ്? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ, ഈ ഒരു CCTV ഒക്കെ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണ്ട, ഉപേക്ഷിച്ച് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഒരു CCTV ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനും വീണ്ടും 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 നിങ്ങളെ മിസ്യൂസ് ചെയ്യാനും, അതേപോലെ നിങ്ങൾ അവസാനം ആത്മഹത്യാ വക്കിലേക്ക് എത്താൻ വരെ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും നമ്മൾ സേഫാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരുപാട് സംസാരിക്കുന്നുണ്ട് അവർ, ഒരുപാട് സംസാരിക്കുന്നു. ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ അയാളുടെ കാര്യം നടക്കുന്നുണ്ട് അല്ലേ? നടക്കുന്നുണ്ട്.
വല്ലാത്തൊരു നാറി തന്നെ. സോ പറ്റുന്ന ആളുകളൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഓഫീസിലേക്ക് കസ്റ്റമർ ആണെന്ന് തോന്നുന്നു കയറി വന്നു. ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. ആ ഒരു കസ്റ്റമറാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ടൂർ പാക്കേജാണെന്ന് തോന്നുന്നു, അതിന് വന്നതാണ്. ട്രെയിൻ ബുക്ക് ചെയ്യാനായിരിക്കാം. ഇതൊരു ട്രാവൽസാണ്. സോ ജോലിക്ക് പോകുന്ന ആളുകൾ, ജോലി അന്വേഷിക്കുന്ന ആളുകൾ, നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.